ചാനലിന്റെ പേര് psychomuse, എൻ്റെ പേര് രഞ്ജു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ ഫുഡ്, ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീം. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഡെസേർട്ട് ഐറ്റമാണ് ചോക്ലേറ്റ് ഐസ്ക്രീം. ഇപ്പൊ ചോക്ലേറ്റ് ഐസ്ക്രീം തന്നെയാണെന്നില്ല, ഐസ്ക്രീം പൊതുവെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ. സോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഡെസേർട്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഐസ്ക്രീം ആയിരിക്കും ഓടി വരിക. അപ്പൊ ഇന്ന് ഞാൻ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ആണ് ഉണ്ടാക്കാൻ പോണത്. ചോക്ലേറ്റ് ഐസ്ക്രീം ഒരു വളരെ ബേസിക് ആയിട്ട്, അതായത് സാധാരണ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണേ അങ്ങനെയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. പല രീതിയിൽ നമുക്ക് ഐസ്ക്രീംസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയല്ലല്ലോ, വേറെ രീതിയിൽ ഉണ്ടാക്കാമല്ലോ. പക്ഷെ പല രീതിയിലും ഉണ്ടാക്കാം. അപ്പൊ ഇന്നത്തെ എന്റെ വേർഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വേണം, മിൽക്ക് മെയ്ഡ് വേണം, അതേപോലെ കൊക്കോ പൗഡർ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ലിറ്ററിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 1 ലിറ്ററിൻ്റെ ബോക്സാണ്, അപ്പോൾ ഞാനിതിൽ നിന്ന് പകുതി എടുക്കുന്നുള്ളൂ. സോ ഇത് സാധാരണ നമ്മുടെ വിപ്പിംഗ് ക്രീമില്ല, ഇപ്പോൾ കേക്ക്സിനായാലും അല്ലാതെ ഇപ്പോൾ ടോപ്പിങ്സിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന അതേ സെയിം വിപ്പിംഗ് ക്രീം തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളൊരു 1/2 ലിറ്റർ എടുക്കുക. അപ്പോൾ ഇതിൽ ഒഴിക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് തോന്നും ഇതാകെ പകുതി കുറച്ചല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ വിപ്പിംഗ് ക്രീം നന്നായി വിസ്ക് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഈ പാത്രം നിറയും. അപ്പോൾ നമുക്കത് കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കിയപ്പോൾ ആ എഗ്ഗ് വിസ്ക് ചെയ്യണ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ സെയിം മെത്തേഡ് ഒരു ഹാൻഡ് വിസ്കറാണ് ഞാനിവിടെ യൂസ് ചെയ്യണം, കാരണം എൻ്റെ കയ്യിൽ മെഷീൻ വിസ്കറൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സാധാരണ ഇതേപോലത്തെ ഒരു ഹാൻഡ് വിസ്കർ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്കും എടുക്കാം, പക്ഷേ സമയം കൂടുതലെടുക്കും. അപ്പോൾ മെഷീനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്ത് കിട്ടും, നല്ല കട്ടിയിൽ പെട്ടെന്ന് കിട്ടും. കൈകൊണ്ട് ചെയ്യുമ്പോൾ കൂടുതൽ സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വിസ്ക് ചെയ്ത് അതിൽ എയർ കയറ്റാണ് നമ്മൾ ആക്ച്വലി ചെയ്യണത്. അത് കണ്ടോ, ഇപ്പം തന്നെ അത് പതഞ്ഞ് ഏകദേശം ആ തനി ലിക്വിഡായിട്ടുള്ള ഫോം മാറി നല്ല പോലെ ഇപ്പോൾ കണ്ടോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൈകൊണ്ട് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്ഷൻ കിട്ടാൻ കുറച്ചധികം സമയം കിട്ടും. നമ്മളിങ്ങനെ സമയം എടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ വിസ്ക് ചെയ്ത് അതിങ്ങനെ പീക്സ് ഫോം ചെയ്യണം, അതാണ് അതിൻ്റെ കറക്റ്റ് ഫോർമാറ്റ്. അപ്പോൾ പീക്സ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കണം. അപ്പോൾ 1 കപ്പ് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യണേ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മിൽക്ക് മെയ്ഡ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം മിൽക്ക് മെയ്ഡാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കണേ. അപ്പോൾ വിപ്പിംഗ് ക്രീം ആക്ച്വലി നമുക്ക് വീട്ടിലുണ്ടാക്കാം, അത് ഞാൻ പിന്നെ ഒരു ദിവസത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വിപ്പിംഗ് ക്രീമുമായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കൊക്കോ പൗഡർ വേണം. കൊക്കോ പൗഡർ ഞാൻ സാധാരണ ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യാറ്, പക്ഷേ എനിക്കിത് ഇത്തവണ കിട്ടിയിട്ടില്ല, ഒരു സാധാരണ ബ്രാൻഡിൻ്റെ കിട്ടിയുള്ളൂ. 50 to 60 ഗ്രാമാണ് കൊക്കോ പൗഡർ എടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു 60 ഗ്രാമിൻ്റെ ബോക്സ് ആയിരുന്നു, അത് കംപ്ലീറ്റ്ലി ഞാൻ എടുക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ സ്ട്രെച്ച് ഒരുമിച്ച് ഇടുന്നില്ല എന്നുള്ളൂ. അപ്പോൾ 2 ബാച്ചായിട്ട് കൊക്കോ പൗഡർ ഇടുക. കൊക്കോ പൗഡർ ഇടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മിക്സ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പതുക്കെ ഇളക്കി പതുക്കെ അത് മിക്സ് ആവുള്ളൂ. അതേപോലെ തന്നെ ഈ കൊക്കോ പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ മുന്നേ ഒരു ചോക്കോ ട്രഫിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ കാണാത്തവർ അതും കാണണം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് ഈ പരിവായിട്ട് വരും. സോ നിങ്ങളുടെ കയ്യിൽ ഒരു സിലിക്കൺ സ്പാറ്റിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് മിക്സ് ചെയ്യായിരിക്കും ഏറ്റവും എളുപ്പം. ഇത് മിക്സായ സ്ഥിതിക്ക് നമുക്കിനി ഒരു ബോക്സിലേക്ക് മാറ്റി ഇത് ഫ്രീസ് ചെയ്യേ വേണ്ടു. അപ്പോൾ ഞാനിവിടെ ഇങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ സാധാരണ ഐസ്ക്രീം കിട്ടുന്ന പാത്രമല്ലേ, അതിൻ്റെ ഉള്ളിൽ നന്നായി അടച്ചു വെക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് പാത്രത്തിലേക്ക് ഇടുക. സോ എപ്പോഴും വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യുമ്പോൾ അത് മധുരമുള്ളതാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റായിട്ട് മധുരമുള്ളൊരു വിപ്പിംഗ് ക്രീമാണ്. മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 ലിറ്റർ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 4 to 5 ടീസ്പൂൺ പഞ്ചസാര വിപ്പ് ചെയ്യുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. സോ ഇതിവിടെ സെറ്റായി. ഐസ്ക്രീം ഞാൻ ബോക്സിലാക്കി. മുകളിൽ ഞാൻ കുറച്ച് ടോപ്പിങ്സ് വെറുതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്കോ ചിപ്സും അതേപോലെ ഗ്രേറ്റഡ് ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇടാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് മുകളിൽ ഇട്ടുള്ളൂ. ഇനി ഇത് കവർ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബോക്സിൻ്റെ അടപ്പ് വെച്ച് ഞാൻ കവർ ചെയ്യല്ല ചെയ്യണേ. ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്യണം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം കടന്ന് അതിൽ ഇങ്ങനെ ഐസും തരി പോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അടയ്ക്കണത്.
എന്നിട്ട് അതിൻ്റെ മുകളിൽ സാധാരണ അടപ്പ് വെച്ചിട്ട് ഒരു 3 to 4 മണിക്കൂർ നമുക്കിത് ഫ്രീസ് ചെയ്യണം. അപ്പോൾ നമുക്കിതിനി 3 to 4 മണിക്കൂർ 4 മണിക്കൂർ ഞാൻ എന്തായാലും വെക്കുന്നുണ്ട്. സോ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞ് ദാ നമ്മുടെ ഐസ്ക്രീം ഇവിടെ റെഡിയായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ കറക്റ്റ് സ്ട്രക്ചർ കാണാം. അത് നല്ല ക്രീമിയാണ്, തിക്കാണ്, ചോക്കോ ചിപ്സ് ഉണ്ട്, ഫുൾ ചോക്ലേറ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെങ്കിൽ ഐസ്ക്രീം എടുക്കാനായിട്ട് സ്കൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു കയ്യിലോ ഒരു സ്പൂണോ ഒരു 10 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ച് എടുക്കുമ്പോൾ ആ കയ്യിലുകൊണ്ട് സ്കൂപ്പ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. സോ നമ്മുടെ ക്രീമി ആൻഡ് തിക്കായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം നമുക്ക് സെർവ് ചെയ്യാം. ഇത് കണ്ടോ, നല്ല തിക്കാണ്, നല്ല ക്രീമി ടെക്സ്ചറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നാണ് ഞാൻ പറയണത്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഞാൻ മുന്നേ പറയാറുള്ള പോലെ തന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം. സോ നിങ്ങളുടെ റെസ്പോൺസിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം.